പ്രിയവർത്തന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ടിൻ ഫ്ലെയിം എന്നുള്ള വീഡിയോ കണ്ടിട്ട് എനിക്ക് വാട്സാപ്പിൽ ഒരുപാട് സംശയങ്ങളും ഒക്കെ വരികയുണ്ടായി. അപ്പോൾ അതിന് ഞാൻ വാട്സാപ്പിൽ കുറേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സംശയങ്ങളെ തീർത്ത് കൊടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. ടിൻ ഫ്ലെയിമിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ വാട്സാപ്പിൽ ചോദിക്കാനായിട്ട് ഒരുപാട് പേര് ഗ്രൂപ്പിൽ ജോയിൻ ആയി. അതിനകത്ത് അധികവും ഞാൻ പേഴ്സണലായിട്ട് മറുപടി കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ നിർത്തുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ടിൻ ഫ്ലെയിമിനെ കുറിച്ച് കൂടുതൽ വിശദീകരണമായിട്ട് ഇനി മറ്റൊരു വീഡിയോ ഞാൻ വരാം, കാണാതിരിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും വീണ്ടും സംശയങ്ങൾ ബാക്കി നിൽക്കും. ഇപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ചൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അറിവിൻ്റെ ഒരു ലിമിറ്റേഷൻസ് വെച്ച് ഞാൻ അതൊക്കെ ക്ലോസ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇന്ന് പുതിയൊരു കണ്ടന്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സൂര്യഭഗവാനും അതിൻ്റെ അത്ഭുതകരമായ ശക്തികളും ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സൂര്യമന്ത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സൂര്യഭഗവാൻ എന്താണ് എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാം. കാരണം നമ്മുടെ കണ്ണിൽ കാണാൻ കഴിയുന്ന ഒരു ശക്തിയാണ് സൂര്യഭഗവാൻ അല്ലേ? നമ്മളെല്ലാം കാണുകയും ആ ശക്തിയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സൂര്യ നമസ്കാരത്തെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ സൂര്യമന്ത്രം, സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്നിങ്ങനെ ഒരു കണ്ടന്റുമായിട്ട് സംസാരിക്കാനും അതിനൊരു കാരണമുണ്ട്. അത് ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പോകെ നമുക്ക് വീഡിയോ പോകും തോറും ഞാനത് പറയാം. സൂര്യഭഗവാൻ എന്ന് പറയുന്നത് അത്ഭുതകരമാം വിധം നമ്മളെ പ്രതിസന്ധികളിൽ നിന്ന്, പ്രത്യേകിച്ചും അസുഖങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ശക്തിയാണ്. കാരണം സൂര്യഭഗവാൻ അല്ലെങ്കിൽ സൂര്യന്റെ ആ പ്രകാശ കിരണം നിലനിൽക്കുന്ന സമയം അത്രയും എത്ര വലിയ ആരോഗ്യസ്ഥിതി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും സൂര്യഭഗവാന്റെ ആ ശക്തി, സൂര്യഭഗവാൻ ഉദിച്ചു നിൽക്കുന്ന ആ സമയത്ത് അസുഖങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങുമ്പോൾ അസുഖങ്ങളുടെ കാഠിന്യം കൂടുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് എനിക്ക് ആരും പറഞ്ഞു തന്ന ഒരു അറിവല്ല, എൻ്റെ ആത്മാവിന്റെ നിരീക്ഷണങ്ങളാണ്. കാരണം ഞാൻ ആ അവസ്ഥയിൽ കൂടി കടന്നു പോയപ്പോൾ ആ അവസ്ഥയെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള ചിന്തയിൽ നിന്ന് എനിക്കുണ്ടായ ഒരു തോന്നലാണ്. ഇവിടെ സൂര്യഭഗവാൻ അല്ലെ, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ നിറയെ വിഷാംശം നിറഞ്ഞ വായുവാണ് തങ്ങി നിൽക്കുന്നത്. പണ്ടുള്ള നമ്മുടെ മുത്തശ്ശിമാരും കാരണവന്മാരും ഒക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, സന്ധ്യാസമയം പ്രാർത്ഥനയ്ക്ക് മാത്രമായി നീക്കി വെക്കേണ്ട ഒരു സമയമാണ്. അന്ന് അതിന്റെ സയൻസും കാര്യങ്ങളും അവർക്ക് അറിയില്ല പറഞ്ഞു തരാനെങ്കിൽ കൂടിയും അതിനകത്തൊരു വ്യക്തമായൊരു സയൻസ് ഒളിഞ്ഞിരിപ്പുണ്ട്. മിത്തോളജി നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു വലിയൊരു മിത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ സന്ധ്യാസമയം, സൂര്യൻ അസ്തമിക്കുന്ന സമയം, ആ സമയത്ത് വിഷാംശം നിറഞ്ഞ വായു തങ്ങി നിൽക്കുകയാണ് അല്ലെ? ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വിഷാംശമുള്ളതാണ്. നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ വിഷാംശമുണ്ട്. അതുകൊണ്ടാണ് ആ സമയം വിളക്ക് കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ പുകയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നു. അന്ന് അസുഖങ്ങളില്ല എന്ന് ഞാൻ പറയില്ല. അന്നും ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് ഒരുപാട് ആയുസ്സിൽ ഒരുപാട് പ്രായം വരെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കേട്ടുകേൾവി മാത്രമുള്ള ഒരു കാലഘട്ടം. ഇന്ന് ആ സമയത്തേക്ക് മൊബൈലും TV സീരിയലുകളും അടക്കി വാഴുന്ന ഒരു കാലം. ഈ കാലത്തിൽ ഹാർട്ട് അറ്റാക്കും ബാക്കിയുള്ള എല്ലാ അസുഖങ്ങളും, ആസ്മയും ഒരുപാട് കൂടി നിൽക്കുന്ന ഒരു സമയം അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? പുറം ലോകവുമായിട്ട് നമുക്കൊന്ന് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ഒരു സയൻസും കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പില്ലേ അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു 13 വയസ്സ് കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ട്രാജഡി ഉണ്ടായതിനെ കുറിച്ച് ഞാൻ ആദ്യ വീഡിയോകളിൽ പറയുകയുണ്ടായി. അന്ന് എനിക്ക് സംഭവിച്ച ഒരു പരിവർത്തനം, ഒരു ചിന്ത, ആ ചിന്തയിൽ നിന്നാണ് ഇന്ന് ഈ കാണുന്ന എൻ്റെ ചിന്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് അത്ഭുതകരമായ രീതിയിൽ വന്ന ഒരു ഫോൺ കോൾ എന്നെ അത്ഭുതപ്പെടുത്തുകയും അല്ലെങ്കിൽ അവർക്കൊരു ഗുരു, ഒരു ഗൈഡും ഒക്കെ ആയിട്ട് അവരെന്നെ കാണുകയും ചെയ്യുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. ചിലപ്പോഴൊക്കെ അവരെന്നെ ഓർമ്മിപ്പിക്കുന്നു,
നിന്റെ പ്രായവും നിന്റെ സംസാരവും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലല്ലോ കുഞ്ഞേന്ന്. അപ്പോ ഇത്രയും വലിയൊരു അറിവ് എന്നിലേക്ക് എത്തിച്ച ആ പ്രപഞ്ച ശക്തിക്ക് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. ഗുരു കാരണവന്മാർക്ക് ആദ്യമേ നന്ദി പറയുന്നു. കാരണം 13 വയസ്സിൽ സംഭവിച്ച ആ ട്രാജഡി എന്നെ കൊണ്ട് എത്തിച്ചത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിന്റെ വരാന്തയിലാണ്. ഒരുപാട് ഒരുപാട് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ച് ശരീരത്തിന് ആവതില്ലാതിരുന്ന ഒരു സമയം, എണീറ്റ് നടക്കാൻ കൊതിച്ചിരുന്ന ഒരു കാലം, വെയിൽ കൊള്ളാനും മഴ നനയാനും ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനും ആഗ്രഹിച്ചിരുന്ന ഒരു സമയം. പക്ഷെ ആ സമയത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഡോക്ടർ ആത്മാ ഗോപി. നീരേറ്റുപുറം ഹോസ്പിറ്റലിലെ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആത്മാ ഗോപി. ഡോക്ടർ ഇനി ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകള് ലക്ഷ്മി ചേച്ചിയാണ് ഇപ്പോൾ അവിടുത്തെ ഡോക്ടർ. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ അധികം കാണലും സംസാരങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരിക്കലും ചെല്ലണമെന്നും ചേച്ചിയുടെ അനിയത്തി മുത്തിനെ പരിചയപ്പെടണമെന്നും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഞാൻ ചെന്ന് കാണും. കാരണം ഇന്ന് ഈ കാണുന്ന ഞാൻ ഇവിടെ ഇരിക്കാൻ ചേച്ചി ഒരു കാരണക്കാരിയാണ്. എന്റെ അസുഖങ്ങളിൽ എന്റെ വേദന കൂടുന്ന സമയത്ത് ചേച്ചി വന്ന് എന്നോട് പറയും, സൂര്യ കൈയും കാലും അനക്കാതെ കിടക്ക്, ഞാൻ വേദന കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറയും. ചേച്ചി അകത്തേക്ക് കയറിപ്പോകും. ചേച്ചി അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യും, പക്ഷെ എന്റെ വേദന കുറയും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഏകദേശം സെയിം ഏജിലുള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കണം ഞങ്ങൾ പെട്ടെന്ന് കൂട്ടുകാരായി. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, നീ വീട്ടിൽ ചെന്നാലും സൂര്യമന്ത്രം ജപിക്കണം, സൂര്യനെ ഭജിക്കണം, ഓ സൂര്യദേവായ നമാന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനപ്പുറത്തോട് നിനക്ക് പറയാൻ അറിയില്ലെങ്കിൽ നീ പറയണ്ട. പക്ഷെ നീ സൂര്യദേവനോട് പ്രാർത്ഥിക്കണം. നിന്റെ അസുഖങ്ങൾ മാറാൻ, നീ എണീറ്റ് നടക്കാൻ, മിടുക്കിയായിട്ട് ഓടി നടക്കാൻ നീ പ്രാർത്ഥിക്കണം സൂര്യദേവനെ എന്ന് പറഞ്ഞു. എന്നിട്ട് രാമായണത്തിലെ സന്താപനാശകരായ നമോ നമ എന്ന ഏതാനും ലൈൻസ് എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ അന്ന് ഞാനത് എഴുതി വെക്കുകയോ ഓർത്തു വെക്കുകയോ ചെയ്തില്ല. വീട്ടിൽ വന്നു സൂര്യദേവനെ ഭജിക്കാൻ തുടങ്ങി. അതിനുശേഷം എണീറ്റിരുന്നു ധ്യാനം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. സന്താപനാശകരായ നമോ നമ എന്നുള്ള ആ അത്രയും കുറച്ച് ലൈൻസ് ഞാൻ കാണാപ്പാടം പഠിച്ചു. നിരന്തരം ഞാനത് ജപിച്ചു. എന്നിലെ അസുഖങ്ങള് എങ്ങോട്ടൊക്കെയോ പോയി മറയുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. നമുക്ക് വേണമെങ്കിൽ ഒരുപാട് പേര് കേട്ട ഡോക്ടർമാരുടെ പേര് പറയാം. എന്റെ അസുഖം മാറ്റിത്തന്നത് ഡോക്ടറാണ്, ഇന്ന ഡോക്ടറാണെന്ന്. എനിക്കിത് പറയാൻ ഒരുപാട് ഡോക്ടർമാരും ഉണ്ട്. എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെയും നന്ദിയോടുകൂടിയും ഞാൻ സ്മരിക്കുന്നു. കാരണം എല്ലാവരും എന്നെ ഒരു മകളെ പോലെ കണ്ട്, ആ പ്രായത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഒരു മകളെ പോലെ കണ്ട് സ്നേഹിച്ചവരാണ്. ആരെയും ഞാൻ ഈ നിമിഷം അവഗണിക്കുന്നില്ല. ഒരുപാട് സിസ്റ്റർമാരെ കണ്ടു. എല്ലാവരെയും നന്ദിയോടുകൂടി തന്നെ ഞാൻ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യാറുണ്ട്. എല്ലാവർക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പങ്കുണ്ട്. പക്ഷേ ഈ സൂര്യമന്ത്രം എനിക്ക് പറഞ്ഞു തരുമ്പോൾ ചേച്ചിയും അറിയുന്നുണ്ടായിരുന്നില്ലായിരിക്കണം എനിക്കിങ്ങനെ ഒരു പരിവർത്തനത്തിന്റെ പാതയിലേക്ക് ഞാൻ പോകുന്ന കാര്യം. സൂര്യമന്ത്രം ഞാൻ ജപിച്ചു. ചിലപ്പോൾ എനിക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും വേദന കൊണ്ട്. കാരണം ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ, വേദന കൊണ്ട് പുളയുന്ന രാത്രികൾ എനിക്ക് പ്രപഞ്ചം സമ്മാനിക്കുമ്പോൾ ഞാൻ സൂര്യമന്ത്രം ജപിക്കും. ഉറക്കെ ജപിക്കും. അത്രത്തോളം വേദനയാണ് ശരീരത്തിന്. ഇന്നും അത് പറയുമ്പോൾ നെഞ്ചിനകത്ത് എവിടെയോ ഒരു വിങ്ങല്. അപ്പോ ആ മന്ത്രം ജപിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ആ ഒരു അത്ഭുതകരമായ ഒരു തിരിച്ചറിവ് ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് എപ്പോഴാണ് അസുഖം കൂടുന്നത്? സൂര്യമന്ത്രം ജപിക്കുന്ന സമയത്തല്ല, മറിച്ച് സൂര്യൻ അസ്തമിക്കുന്ന സമയം മുതൽ രാത്രി സൂര്യൻ ഉദിക്കുന്ന സമയം വരെ എന്റെ പെയിൻ കൂടുന്നു. ഞാൻ പകല് സൂര്യമന്ത്രം ജപിക്കുന്നത് നിർത്തിയിട്ട് രാത്രി ജപിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ മുത്തശ്ശി ചോദിച്ചു, നീ സൂര്യമന്ത്രം രാത്രി ജപിക്കുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ? ഇത് രാവിലെയല്ലേ ജപിക്കേണ്ടതെന്ന് ചോദിച്ചു. കാരണം മുത്തശ്ശിയും സൂര്യമന്ത്രത്തിൽ കൂടി റിക്കവർ ആയി വന്ന ഒരാളാണ്. കാരണം എൻ്റെ ഒരു 4-5 വയസ്സ് ക്ലാസ്സുകളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് ചുണ്ടിങ്ങനെ പൊട്ടി ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കരിയുന്നില്ല. മുത്തശ്ശി കരഞ്ഞുകൊണ്ട് ഉറക്കെ പല്ലൊന്നും തേക്കാൻ വയ്യ, ഉറക്കെ കരഞ്ഞുകൊണ്ട് രാവിലെ സൂര്യമന്ത്രം ജപിക്കും. ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ കരിഞ്ഞു. 96 വയസ്സ് വരെ ജീവിച്ചിരുന്നു. എൻ്റെ ആത്മീയ ഗുരുവാണ് മുത്തശ്ശി. എന്നും സ്നേഹത്തോടെ മാത്രമേ എനിക്ക് ഓർക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ എന്നോട് ചോദിക്കുമ്പോൾ മുത്തശ്ശിക്ക് ആ അറിവ് പുതിയതായിരുന്നായിരിക്കണം, അതുകൊണ്ടല്ലേ എന്നോട് അങ്ങനെ ചോദിച്ചത് അല്ലേ. പക്ഷെ ഞാൻ രാത്രിയിൽ ഉറക്കെ സൂര്യമന്ത്രം ജപിക്കാൻ തുടങ്ങി.
എൻ്റെ വേദനകൾക്ക് ശമനം വരുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നീട് ഞാൻ ഈ നിമിഷം വരെയും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ സൂര്യമന്ത്രത്തിന് അപാരമായൊരു ശക്തിയുണ്ട് അസുഖത്തിനെ ഇല്ലാതാക്കാൻ. രാമായണത്തിൽ ഞാൻ പിന്നീട് പോയി, ആ കഥയ്ക്ക് പുറകെ പോയി. രാമായണത്തിൽ എന്തിനാണ് സൂര്യമന്ത്രത്തിന്റെ പ്രസക്തി എന്നറിയാൻ, രാമായണത്തെ കുറിച്ച് അറിയാൻ വേണ്ടി മുത്തശ്ശിയോട് അന്വേഷിച്ച് മുത്തശ്ശി എനിക്ക് കഥ പറഞ്ഞു തന്നു. പിന്നീട് ഞാനത് വായിച്ച് മനസ്സിലാക്കി. രാവണനെ കൊല്ലാൻ സാധിക്കാതെ ശ്രീരാമദേവൻ പ്രതിസന്ധിയിൽ അകപ്പെട്ട സമയത്ത് അഗസ്ത്യമുനി പ്രത്യക്ഷപ്പെട്ട് സൂര്യമന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ സൂര്യമന്ത്രം എന്ന് പറയുന്നത് ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം നീ എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോ സൂര്യമന്ത്രം ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി, ശത്രുവിനെ ജയിക്കാൻ വേണ്ടി, അതാണ് രാമായണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. നമ്മുടെ ശത്രുക്കളാണ്, നമ്മുടെ അസുഖങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ശത്രുക്കൾ. നമുക്ക് പുറമെ ഒരു ശത്രുക്കളും ഇല്ല. അപ്പൊ ചോദിക്കും, ശ്രീരാമദേവൻ എന്തിനാണ് രാവണനെ ശത്രുവായിട്ട് കണ്ടതെന്നും അതിനൊക്കെ പുറകെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ജന്മങ്ങൾ, 3 ജന്മങ്ങൾ അസുര ജന്മമായിട്ട് ജനിക്കണമെന്നും ആ ജന്മങ്ങളിലൊക്കെയും ഭഗവാൻ തന്നെ വധിക്കണമെന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് വേറൊരു കഥയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്കൊക്കെ ഓൾറെഡി എന്നേക്കാൾ അറിവുള്ളവരുമാണെന്ന് എനിക്കറിയാം. അപ്പൊ ഈ സൂര്യമന്ത്രത്തിന്റെ ശക്തി അപാരമാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ്. പിന്നീട് എൻ്റെ കല്യാണം കഴിഞ്ഞു, വീണ്ടും ജീവിതത്തിൽ ഒരുപാട് ട്രാജഡികൾ ഉണ്ടാവുന്നു. ആ സമയത്തെല്ലാം ഞാൻ ഈ സൂര്യമന്ത്രത്തെ മുറുകെ പിടിച്ചു. എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഞാൻ റിക്കവർ ആകുന്നത് കണ്ടു. എൻ്റെ വിഷമങ്ങൾ, എൻ്റെ അസുഖങ്ങൾ, എൻ്റെ പെയിൻസ്, എൻ്റെ മക്കൾക്കുണ്ടാകുന്ന പെയിൻസ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനുണ്ടാകുന്ന പെയിൻസ്, ഇതൊക്കെ ഞാൻ സൂര്യമന്ത്രത്തിലൂടെ മാറ്റാൻ നോക്കി. എനിക്കൊരു പൊന്നോമനയായ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. എൻ്റെ മോൾ അവള്. ഞാൻ എപ്പോഴും എൻ്റെ മോളായിട്ട്, എനിക്കൊരു 3-4 ആൾക്കാരുണ്ട് അങ്ങനെ. പക്ഷെ ഇവളോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് മേടിച്ചത് ഇവളെയാണ്. കാരണം ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പെറ്റിനെ മേടിക്കണമെന്ന് ആഗ്രഹിച്ച സമയത്ത് മേടിച്ചത് അവളെയാണ്. എൻ്റെ മക്കളാണ് അവൾക്ക് പേരിട്ടത്. മണിക്കുട്ടി എന്നുള്ള പേരൊക്കെ ഇട്ട് കൊഞ്ചിച്ച് ലാളിച്ചിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. എന്നും അസുഖക്കാരിയാണ്. ഇന്ന് ചെവി പഴുക്കുവാണെങ്കിൽ നാളെ കാലിന് എന്തെങ്കിലും പ്രശ്നം, എന്നും ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സംഭവിച്ച് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നു കുഞ്ഞിനെ മുതലേ. ഞങ്ങൾ അവളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിനൊരു ഹാർട്ടിനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അന്ന് മുതൽ അവളെ കെയർ ചെയ്യാൻ തുടങ്ങി. അവളെ ഇച്ചിരി കൂടുതലായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങി. അവൾക്കിങ്ങനെ ചോക്ലേറ്റ്സ് കൊടുക്കാതിരിക്കുക, ഉപ്പ് കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രത്യേക ഡോക്ടറോട് ചോദിച്ചിട്ട് ഇങ്ങനെ മനസ്സിലാക്കണം, അങ്ങനത്തെ ഫുഡൊക്കെ ആൾക്ക് കൊടുക്കുന്നത്. പക്ഷെങ്കിൽ കൊറോണ ടൈമിൽ അവൾക്കൊരു വയ്യാഴി വന്നു. ആ വയ്യാഴിയിൽ നിന്ന് കുഞ്ഞിന് എണീക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരുപാട് മരുന്നൊക്കെ ചെയ്തു. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു, ഇനി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യേ പറ്റത്തുള്ളൂ, ഫുഡ് എടുക്കത്തില്ല, നിങ്ങൾ പൈസ മുടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല, ഇനിയും ഫുഡ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഫുഡ് എടുക്കില്ല എന്ന് തീർത്തും പറഞ്ഞു ഡോക്ടർ. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യത്. ഞാൻ എൻ്റെ കുഞ്ഞിനെ, എനിക്ക് 2 ആൺകുട്ടികൾ, അപ്പൊ ഞാൻ എപ്പോഴും പറയും എൻ്റെ മോളാന്ന് പറയും. അപ്പുറത്തെ വീട്ടിലെ എൻ്റെ അമ്മായിമാരും എല്ലാവരും ചോദിക്കും നിന്റെ മോൾ എന്ത് ചെയ്യടിന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ കൊണ്ടു നടന്നിട്ട് അവളില്ലാതെ വരുന്ന ഒരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡായി. എനിക്ക് എന്ത് ചെയ്യണം അറിയാൻ വയ്യാതായി. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു ഞാൻ എങ്ങനെ ടെൻഷനാവുമോ അതേപോലെ എനിക്ക് ടെൻഷനായി. ഞാൻ അവളെ കൂട്ടീനെടുത്ത്, ഞങ്ങൾ ഉപയോഗിക്കാതിരുന്നൊരു കട്ടിലുണ്ടായിരുന്നു, അതേ കൊണ്ടുവന്ന് കിടത്തി. കമ്പിളി പുതപ്പൊക്കെ ഇട്ട് പുതച്ച് ഇങ്ങനെ വിറയ്ക്കും. ശരീരം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ഷിവറിങ് അവൾക്ക്. ഭയങ്കരമായിട്ട് വിറയ്ക്കും. നമുക്ക് കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല. ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ ബ്ലാങ്കിനകത്ത് പൊതിഞ്ഞ് ഇങ്ങനെ ചേർത്ത് പിടിക്കും. എന്നിട്ട് ഇനി മരുന്നൊന്നുമില്ല, ട്രിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, കൊറോണ, വണ്ടിയെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും, വീട്ടിൽ ട്രിപ്പ് ഇടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വല്ലാത്തൊരു സിറ്റുവേഷൻ. പക്ഷേ പിന്നീട് ഞാൻ കരുതി എന്നാൽ എന്തും വരട്ടെ, വീട്ടിൽ തന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് ഞാൻ വീട്ടിലൊക്കെ 1-2 ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് ഞാൻ വെള്ളം എടുത്ത് ആ വെള്ളത്തിനോട് സംസാരിച്ചു. വെള്ളത്തോട് പറഞ്ഞു ഈ അസുഖം മാറ്റിത്തരണം എൻ്റെ കുഞ്ഞിൻ്റെ. എന്നിട്ട് ആ വെള്ളത്തിന്റെ ഓരോ ഡ്രോപ്പ് വെച്ചിട്ട് അവിടെ ബാഗിലോട്ട് ഇങ്ങനെ ഒഴിച്ചു. പല്ലൊക്കെ കോർത്ത് കിടക്കുക കേട്ടോ, വാ തുറക്കത്തില്ല. അപ്പം ഞാനിങ്ങനെ കൈ വെച്ച് കൊടുക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു ചിലപ്പോൾ കയ്യിലെങ്ങാനും കടിച്ചു കഴിഞ്ഞാൽ വേദന കൊണ്ട് അറിയാൻ പറ്റത്തില്ല, അവളുടെ ഓർമ്മയുണ്ടെങ്കിൽ അവൾ കടിക്കത്തില്ല, ഓർമ്മയില്ലാതെ കിടക്കുമല്ലേ, അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ നീ അത് സ്പൂൺ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ സ്പൂൺ വെച്ച് ഓരോ ഡ്രോപ്പ് വെള്ളം കൊടുക്കുവേ. എന്നിട്ട് ഓരോ ചെവി പൊത്തിപ്പിടിച്ചിട്ട് സൂര്യമന്ത്രം ജപിക്കും. ഈ സന്താപനാശകരായ നമോ നമ എന്നുള്ള മന്ത്രം ജപിക്കും. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കും. ഇത് രണ്ടും ഇങ്ങനെ മാറി മാറി ജപിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ കൈ വെച്ചിങ്ങനെ റേക്കി അത് അറിയാവുന്നത് കൊണ്ട് കൈ വെച്ച് അതും ചെയ്തു.
പക്ഷെ ഒരു 7-8 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പിള്ളേർക്ക് മുട്ട വറുത്ത് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഇവളിങ്ങനെ തല പൊക്കി നോക്കുന്നു. എനിക്ക് അതിൻ്റെ സ്മെല്ല് അടിച്ചിട്ടായിരിക്കണം, തല പൊക്കി നോക്കി. അപ്പോൾ ഞാൻ ഒരു ഉരുള ചോറ് ഇങ്ങനെ മുട്ട ഇങ്ങനെ ഞെരടി അവിടെ വായിലേക്ക് ഉരുട്ടിക്കൊണ്ട് കൊടുത്തു. അവളത് കഴിച്ച് പിന്നെ കുറേശ്ശെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫുഡൊക്കെ കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം അവളൊന്ന് മിടുക്കിയായി. എണീറ്റ് നടക്കാനും പിള്ളേരുടെ കളിക്കാനും ഒക്കെ പഴയ പോലെ തുടങ്ങി. പക്ഷെ അന്ന് മുതൽ ഇനി നിമിഷം വരെ അവളെ കെയർ ചെയ്യുന്നുണ്ട്. അത് വേറൊരു കാര്യം. ഇന്നും ജീവനോടെ സന്തോഷത്തോടു കൂടി മിടുക്കിയായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അവൾ എണീറ്റ് നടന്നപ്പോൾ എല്ലാവരും വന്നു. അപ്പോൾ അടുത്തുള്ള എൻ്റെ അമ്മായിമാരും എല്ലാവരും വന്നു. നീ എങ്ങനെ ഇതിനെ എണീപ്പിച്ച് നടത്തിയതെന്ന് ചോദിച്ചു. കാരണം അത്രയ്ക്ക് ചത്തുപോകുന്നു, കിട്ടില്ല എന്ന് കരുതിയ ഒരു ജീവൻ. അപ്പോൾ ഈ സൂര്യമന്ത്രത്തിന്റെ ശക്തി മൃഗങ്ങളിലും ഇതാക്കും അല്ലേ? മൃഗങ്ങളെയും സംരക്ഷിക്കും. മനുഷ്യരെ മാത്രമല്ല അത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അവർക്ക് ജപിക്കാൻ അറിയില്ല. അപ്പൊ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന, അവർക്ക് ഒബ്സർവ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് അവരിലേക്ക് വന്നു. വെള്ളത്തിനോട് സംസാരിച്ച് വെള്ളം അവൾക്ക് കൊടുത്തപ്പോൾ അത് കുടിച്ച് ഇറക്കി അവള് റിക്കവറിങ്ങിലേക്ക് വന്നു. വെള്ളം, ശുദ്ധമായ ജലം ഒരു മരുന്നാണ്. അതിനോട് സംസാരിച്ചുകൊണ്ട് അത് കുടിക്കുവാണെങ്കിൽ അത് നമുക്ക് മരുന്നായിട്ട് പ്രവർത്തിക്കും. അന്ന് തുടങ്ങി അതിന് മുന്നേ മുതലേ ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ ജലത്തിനോട് സംസാരിച്ചുകൊണ്ട് ജലം കൊടുക്കുക. അത് തന്നെ ഞാൻ അവളിലും ഫോളോ ചെയ്തു. അപ്പം ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സൂര്യമന്ത്രത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള അത്ഭുതകരമായ ഊർജങ്ങൾക്കോ എല്ലാത്തിനെയും പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതൊരു ലോ ഓഫ് അട്രാക്ഷൻ നിയമമെന്നോ പ്രാപഞ്ചിക നിയമമെന്നോ അല്ലെങ്കിൽ ഈശ്വരീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമമെന്നോ എന്ത് പറഞ്ഞാലും അതെല്ലാം പോസിറ്റീവ് എനർജിയാണ്. ഇത്തരത്തിലുള്ള പോസിറ്റീവ് എനർജിയെ നമ്മൾ കാണാതെ പോകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യാതെ പോകുന്നത് കൊണ്ടായിരിക്കണം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും വഴിതെറ്റിപ്പോകുന്നു അല്ലേ? ഒരുപാട് കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നു. ഇന്നും ആത്മഹത്യകൾ കേൾക്കുന്നു. 15-16 വയസ്സുള്ള, അല്ലെങ്കിൽ 13 വയസ്സുള്ള, 11 വയസ്സുള്ള, 10 വയസ്സുള്ള, ഇങ്ങനെ ഈ കുട്ടികൾക്കൊക്കെ ഈ സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി എവിടുന്ന് വരുന്നു? നമ്മുടെ വീടിന്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കും. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു സിറ്റുവേഷൻ ഒരുക്കിയെടുക്കണമെങ്കിൽ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒഴിവാക്കുകയും കുറെ പോസിറ്റീവ് കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അത് എനിക്കോ മറ്റൊരാൾക്കോ പറഞ്ഞു തന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. നമ്മുടെ നിരീക്ഷണ ബുദ്ധിയിലൂടെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. സൂര്യമന്ത്രം പോലെ ഒരു എഫക്റ്റീവായിട്ടൊരു മന്ത്രം അസുഖം മാറാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഓരോ രീതിയിലാണ്. എൻ്റെ ആത്മാവിന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. ഇത് കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും മറ്റൊരു എക്സ്പീരിയൻസ് കാണും. അതാണ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഏത് എനർജി ആണെങ്കിലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഏത് രീതിയിലാണോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ എനർജി നമ്മുടെ ലൈഫിൽ വർക്ക് ആവുന്നത്. നമ്മുടെ വിശ്വാസമാണ്. ഇത് മാറും എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യമാണ് നമ്മളിലേക്ക് പ്രാവർത്തികമായി വരുന്നത്. അവിടെ ലോ ഓഫ് അട്രാക്ഷൻ നിയമം വർക്ക്ഔട്ട് ആവുന്നുണ്ട്. പ്രാപഞ്ചിക നിയമങ്ങളെല്ലാം വർക്ക്ഔട്ട് ആവുന്നുണ്ട്. നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രാപഞ്ചിക നിയമങ്ങൾ വർക്ക്ഔട്ടായി വരുന്നു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ പോസിറ്റീവ് ചിന്തകളിലൂടെ സഞ്ചരിക്കാനും അതുവഴി നമ്മുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയണം. എല്ലാവർക്കും നന്മയുള്ളൊരു ദിവസം നേരുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജി പെട്ടെന്ന് അട്രാക്ട് ചെയ്ത് വരട്ടെ. നമുക്ക് എല്ലാവർക്കും നന്മയുള്ള വഴികളിലൂടെ പോകാൻ ആ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.